എക്കാലത്തും നമ്മളിൽ ഒരാളായി ജീവിച്ച അകാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ അതുല്യ പ്രതിമയാണ് കലാഭവൻ മണി. കലാഭവൻ മണിയെപ്പറ്റി ഒരു മലയാളിക്കും പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ല. തൻ്റെ അഭിനയം കൊണ്ടും നാടൻ പാട്ടുകൊണ്ടും ആളുകളുടെ മനം കവർന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് കലാഭവൻ മണിയാണ്. ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും കലാഭവൻ മണി എന്ന് കേട്ടാൽ പോലും തിരിഞ്ഞു നോക്കാത്ത ആരും ഉണ്ടാകില്ല. ഇന്നും ഉത്സവപ്പറമ്പുകളും ആഘോഷങ്ങളും അടക്കി വാഴുന്നത് കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകൾ തന്നെ. എത്രത്തോളം ആളുകൾക്ക് അദ്ദേഹത്തെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന്റെ വിയോഗ ദിവസം കണ്ട ജനസാഗരം മതി. കലങ്ങിയ കണ്ണുമായി പ്രായവ്യത്യാസമില്ലാതെ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നവർ അന്നവിടെ ജനസമുദ്രമാക്കി. നുണക്കുഴി കാണിച്ചുള്ള ആ ചിരി ഇന്നും മലയാളികളുടെ മനസ്സിൽ നിന്നും വിട്ടുപോയിട്ടില്ല. പാവങ്ങൾക്ക് ഇന്നും തുണയായിരുന്ന അദ്ദേഹത്തിന്റെ മരണം അപ്രതീക്ഷിതമായിരുന്നു. 1971 പുതുവത്സര ദിനത്തിൽ തൃശൂർ ജില്ലയിലെ ചാലക്കുടിയിൽ ചേനത്തുനാട് കുന്നിശ്ശേരി വീട്ടിൽ രാമന്റെയും അമ്മിണിയുടെയും മകനായി കേരളത്തിൽ കുന്നിശ്ശേരി വീട്ടിൽ രാമൻ മണിയായ കലാഭവൻ മണി ജനിച്ചു. സിനിമാ മേഖലയിൽ ജാതി അധിക്ഷേപവും കളർ കോംപ്ലക്സും ഉണ്ടായിരുന്നിട്ടും അതിൽ നിന്നെല്ലാം പൊരുതി തെന്നിന്ത്യൻ സിനിമകളിലുടനീളം തന്റേതായ സ്ഥാനമുണ്ടാക്കിയെടുത്ത നടൻ കൂടിയാണ് കലാഭവൻ മണി. കലാഭവനിലൂടെ കലാജീവിതം ആരംഭിച്ച അദ്ദേഹം അക്ഷരം എന്ന ചിത്രത്തിലെ ഓട്ടോ ഡ്രൈവറുടെ കഥാപാത്രത്തിലൂടെയാണ് സിനിമയിലേക്കുള്ള അരങ്ങേറ്റം. സല്ലാപം എന്ന ചിത്രത്തിലെ ചെത്തുകാരൻ രാജപ്പന്റെ വേഷം മണിയെ ശ്രദ്ധേയനാക്കി. കോമഡിയിലൂടെ വന്ന് കുടുകുടാ ചിരിപ്പിച്ച മണി പിന്നീട് കരിമാടിക്കുട്ടനിലും വാസന്തിയും ലക്ഷ്മിയിലും വന്ന് കരയിപ്പിച്ചു. തമിഴിലെ മുൻനിര നായകന്മാർക്കെല്ലാം വില്ലനായി മണിയെത്തി. അദ്ദേഹത്തിന്റെ വില്ലനസത്തിൽ രജനീകാന്ത് പോലും മുട്ടുമടക്കി. താരജാടയൊന്നുമില്ലാതെ താൻ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളിലും ആടുകളിലൊരാളായി ഇറങ്ങിച്ചെന്ന് പാട്ടുപാടി. ഇന്നും കലാഭവൻ മണിയുടെ പാട്ടിനോട് മുട്ടി നിൽക്കാൻ ഒരു പാട്ടിനുമായിട്ടില്ല. നമുക്ക് ചുറ്റുമുള്ള സാധാരണക്കാരന്റെ ജീവിതമായിരുന്നു കലാഭവൻ മണിയുടെ പാട്ടിലെ വരികൾ. പട്ടിണിയായ കുഞ്ഞിന്റെ നൊമ്പരം പറഞ്ഞ ഉമ്പായി കൂച്ചാണ്ടി പ്രാണൻ കത്തുണുമ്മ പാട്ടെല്ലാം പാടിത്തീർക്കും മുൻപേ കേട്ടിരിക്കുന്നവർ കരഞ്ഞു പോകുന്ന പാട്ടുകളായിരുന്നു. പിന്നീട് ഉത്സവപ്പറമ്പുകളെയും കല്യാണ വീടുകളെയും ആഘോഷമാക്കി ഒത്തിരി പാട്ടുകൾ കലാഭവൻ മണി നമുക്കായി സമ്മാനിച്ച് കടന്നുപോയി. കൊടുമുടി കയറുമ്പോഴും തന്റെ നാടായ ചാലക്കുടിയെയും ചാലക്കുടിക്കാരെയും മണി നെഞ്ചോട് ചേർത്തു വെച്ചു. ഒത്തിരി ആളുകളുടെ കണ്ണീർ തുടച്ച വ്യക്തിയായിരുന്നു കലാഭവൻ മണി. വീട്ടിലെ ഒരു അംഗത്തെ പോലെ കണ്ടിരുന്ന മണിയുടെ വിയോഗം വലിയ ഞെട്ടലാണ് എല്ലാവരിലും ഉണ്ടാക്കിയത്. ഏറെ ദുരൂഹതകൾ ബാക്കിയാക്കി തന്റെ പാടിയിൽ വെച്ചാണ് അദ്ദേഹം വിട പറയുന്നത്. നൊമ്പരങ്ങൾ സമ്മാനിച്ച പ്രിയ നടൻ കലാഭവൻ മണി പോയി മറങ്ങിട്ട് ഇപ്പോൾ 7 വർഷങ്ങൾ കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ജീവവായുവായി കണ്ടിരുന്ന ഓട്ടോറിക്ഷയും അവസാന നാളിൽ കഴിഞ്ഞ പാടിയുമെല്ലാം ഇന്നും വന്ന് സന്ദർശിക്കുന്നവരുണ്ട്. മണ്ണിൽ നിന്ന് പോയാലും മനസ്സിൽ നിന്ന് പോവില്ല എന്നാണ് മണി എന്ന നടനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളത്. അദ്ദേഹം ഉണ്ടാക്കിയ ഓളവും നൽകിയ സ്നേഹവും ചെറുതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 2 ദശാബ്ദം ആരാധകരെ ചിരിപ്പിച്ച, കരയിപ്പിച്ച, ചിന്തിപ്പിച്ച മണിയുടെ ഓർമ്മകൾക്ക് പക്ഷേ മരണമില്ല.